ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതിന് മുൻപ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. ഈ കഴിഞ്ഞ മാർച്ച് 2021 പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 17 ഉണ്ടോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചുരുക്കി വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മാർക്ക് 5 മാർക്കാണ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഭംഗിയായിട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയാൽ 5 മാർക്ക് നമുക്കിവിടെ കിട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് നോക്കുക. ഇവിടെ ടിക്കും 5ഉം കൊടുത്തിരിക്കുന്ന 5 മാർക്കിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് എന്ന് ഡിനോട്ട് ചെയ്യാനാണ്. അപ്പം നിങ്ങളുടെ നോട്ട്സിലും ഇതുപോലെ അത് രേഖപ്പെടുത്തി വെക്കുക. അത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഊന്നൽ നൽകി പഠിക്കുവാനായിട്ട് പറ്റും. ഫസ്റ്റ്, ടേക്ക് ദി ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് എൻ്റർ ദം ഓൺ ദി ഡെബിറ്റ് സൈഡ്. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയും അല്ലെങ്കിൽ ബാങ്കിലുള്ള പണത്തിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അതായത് ക്യാഷ് മിച്ചം കയ്യിലുള്ള അല്ലെങ്കിൽ ബാങ്കിൽ മിച്ചം കിടക്കുന്ന പണമാണ്. അതെന്ന് പറയുന്നത് അസറ്റാണ്. നമുക്കറിയാം അസറ്റ്സിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് എവിടെ വേണം രേഖപ്പെടുത്താനായിട്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. In case there is bank overdraft at the beginning of the year, enter the same on the credit side of this account. ഇനി in case അവിടെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് എങ്കിൽ അതെന്ന് പറയുന്നത് നമുക്കറിയാം ലയബിലിറ്റിയാണ്. അതെവിടെ വേണം രേഖപ്പെടുത്താനായിട്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. കാരണം ലയബിലിറ്റീസിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ കൊടുക്കേണ്ടത്. അപ്പം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് എങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് ഇൻ ഹാൻഡും ബാങ്ക് ബാലൻസും ആണ് എങ്കിൽ അത് ഡെബിറ്റ് സൈഡിലും വേണം രേഖപ്പെടുത്താൻ. നെക്സ്റ്റ്, ഷോ ദി ടോട്ടൽ എമൗണ്ട്സ് ഓഫ് ഓൾ റെസിപ്റ്റ്സ് ഓൺ ദി ഡെബിറ്റ് സൈഡ് irrespective of their nature, whether capital or revenue, and whether they pertain to past, current and future periods. പിന്നെ എല്ലാ റെസിപ്റ്റുകളുടെയും ടോട്ടൽ എമൗണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിൽ അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ റവന്യൂ നേച്ചറിലുള്ളതാണോ അല്ലെങ്കിൽ അത് ഈ വർഷത്തെയാണോ, അതിൻ്റെ പീരിയഡ് ഏതാണ്, ഈ വർഷം കിട്ടാനുള്ളതായിരുന്നോ, കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാണോ, അതെയോ വരുന്ന വർഷത്തെയാണോ, ഇതൊന്നും ബാധകമല്ല. ആക്ച്വലായിട്ട് കിട്ടിയ ക്യാഷ് എല്ലാ ക്യാഷ് റെസിപ്റ്റും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. Third, show the total amounts of all payments on the credit side irrespective of their nature. റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പേയ്മെൻറ്റ്സ് എല്ലാം നമ്മളിതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ പേയ്മെൻറ്റ്സ്, എല്ലാ പേയ്മെൻറ്റ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട് അതിൻ്റെ നേച്ചറും പീരീഡും നോക്കാതെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ, റവന്യൂ നേച്ചർ ആയിക്കോട്ടെ, കറണ്ട് ഇയറിലായിക്കോട്ടെ, പ്രീവിയസ് ഇയറിലായിക്കോട്ടെ, ഫ്യൂച്ചർ ഇയറിലായിക്കോട്ടെ, എല്ലാ പേയ്മെൻറ്റ്സും ക്യാഷായിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. 4, none of the receivable income and payable expense is to be entered in this account as they do not involve inflow or outflow of cash. ഇനി റിസീവബിൾ ഇൻകം എന്ന് വെച്ചാൽ കുടിശ്ശിക വരുമാനങ്ങൾ, അതായത് നമുക്ക് കിട്ടാനുള്ള വരുമാനങ്ങളും അതുപോലെ പേയബിൾ എക്സ്പെൻസ് കുടിശ്ശിക ചെലവ്, അതായത് കൊടുക്കാനുള്ള എക്സ്പെൻസുകളും ഇതൊന്നും നമ്മൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതില്ല. കാരണം കൊടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലല്ലോ. ക്യാഷ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. കിട്ടാനുണ്ടെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ വരുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുമില്ല, ക്യാഷ് കിട്ടുന്നുമില്ല.
അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നും ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. 5. Find out the difference between the total of debit side and total of credit side of the account and enter the same on the credit side as closing balance of cash or bank. In case, however, the total of the credit side is more than that of the total of the debit side, show the difference on the debit as bank overdraft and close the account. ഇനി ഈ ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ആകെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം കുറവ് വരുന്ന ഭാഗം ക്രെഡിറ്റ് ആണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അത് ആ അക്കൗണ്ടിങ് കാലയളവ് അവസാനിക്കുന്ന സമയത്ത്, അതായത് ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസിംഗ് ടൈമിലെ ക്യാഷ് ഇൻ ഹാൻഡും അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കുമായിട്ട് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, കയ്യിലുള്ള മിച്ചം നീക്കിയിരിക്കുന്ന പണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ മിച്ചം കിടക്കുന്ന പണമായിട്ടാണ് കാണിക്കുന്നത്. ഇനി നേരെ മറിച്ച് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവുമാണ് എങ്കിൽ അതെന്ന് പറയുന്നത് ആ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്തെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കണക്കാക്കണം. അതായത് അവിടെ പേയ്മെൻറ്റ്സ് കൂടുതലും റെസിപ്റ്റ് കുറവുമായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഏത് സൈഡ് കൂടുതൽ വരുന്നത്, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അവിടെ എന്തായിരിക്കും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയുമാണ് ഈ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് കൂടി നോക്കാം. ഫോർമാറ്റ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ് എൻഡിങ്, ഏത് ഇയറിലാണോ നമ്മൾ തയ്യാറാക്കുന്ന ആ ഇയർ നോക്കുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലാണ് എല്ലാ റെസിപ്റ്റുകളും, ആക്ച്വൽ ക്യാഷ് റിസീപ്റ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് പീരിയഡ്, പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അതുപോലെ തന്നെ റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ ഇതൊന്നും നോക്കാതെ ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ്സ് എല്ലാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, അതുപോലെ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് പീരിയഡ്, അതുപോലെ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഏതും ആയിക്കോട്ടെ, റവന്യൂ പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, പ്രസൻറ്റ് ഇയറിലെ ആയിക്കോട്ടെ, പാസ്റ്റ് ഇയറിലെ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ഇയറിലെ ആയിക്കോട്ടെ, ആക്ച്വലായിട്ട് ക്യാഷ് കൊടുത്തിട്ടുള്ളതെല്ലാം ഈ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. നോക്കാം. പിന്നെ നമ്മൾ പഠിച്ചു ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിലായിരിക്കും അല്ലേ, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതുന്നത്, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞല്ലേ, അതായത് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് കയ്യിൽ മിച്ചം നീക്കിയിരിക്കുന്ന പണം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്ന പണം, ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് മിച്ചം നീക്കിയിരിപ്പാണ് എങ്കിൽ. ഇനി ചില കേസിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ് വരാം. അതായത് ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, ബാങ്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണ് എങ്കിൽ അതെവിടെ എഴുതണം, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഇനി എല്ലാ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റുകളും, റവന്യൂ റെസിപ്റ്റും എഴുതണം, അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റും എല്ലാം ഈ റെസിപ്റ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള റവന്യൂ റെസിപ്റ്റുകൾ, സാധാരണ കിട്ടുന്ന റവന്യൂ റെസിപ്റ്റ് എന്താ, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ വിശദമായി പറയുന്നില്ല, നമുക്കൊന്ന് നോക്കാം. റവന്യൂ റെസിപ്റ്റുകൾ, അതായത് ആക്ച്വലായിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള റവന്യൂ റെസിപ്റ്റുകൾ എന്ന് പറയുന്നത് സാധാരണ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ, അതായത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആനുവലി കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരി സംഖ്യ. ജനറൽ ഡൊണേഷൻ, ശ്രദ്ധിച്ചോളണം, ജനറൽ ഡൊണേഷൻ ആണ്, പൊതുവായിട്ട് തന്നിട്ടുള്ള ഡൊണേഷൻ, അതായത് ഒരു സ്പെസിഫിക് പർപ്പസ് പറയാതെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനറൽ ഡൊണേഷൻ റവന്യൂ റെസിപ്റ്റ് ആണ്. ജനറൽ ഗ്രാൻറ്റ്, ജനറൽ ആയിട്ട് തന്നിട്ടുള്ള ഗ്രാൻറ്റ്, അതായത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സഹായധനം കിട്ടിയിരിക്കുന്നതാണ്, അത് ഇന്ന ആവശ്യത്തിൽ നിന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, അതായത് സ്പെസിഫിക് പർപ്പസ് പറയാതെ പൊതുവായിട്ടുള്ള ജനറൽ ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ. അതുപോലെ ഇൻകം ഫ്രം ലെക്ചേഴ്സ്,
അതിലെ മെമ്പേഴ്സ് മറ്റെവിടെയെങ്കിലും പോയി പ്രഭാഷണമൊക്കെ നടത്തി അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ഇൻകം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് പ്രൊസീഡ്സ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് ഓർ ചാരിറ്റി ഷോസ്, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ചാരിറ്റി ഷോസ് ഒക്കെ നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. ടു ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഈ ഓർഗനൈസേഷൻ ജനറലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് സ്പെസിഫിക് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ജനറലായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് FD ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ അതിന് കിട്ടുന്ന വരുമാനമായിട്ടുള്ള, അപ്പോൾ ഡെപ്പോസിറ്റാണ് ഇട്ടിരിക്കുന്നെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും, നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള വരുമാനങ്ങളൊക്കെ എന്ന് പറയുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. പിന്നെ സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഓർ ഗ്രാസ് ആൻഡ് സ്ക്രാപ്സ്, ഇവരുടെ പഴയ ന്യൂസ് പേപ്പറുകൾ, മാഗസിൻസ്, പീരിയോഡിക്കൽസ് ഇതൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷന് കുറേ പറമ്പുണ്ടായിരുന്നു, അവിടുത്തെ പുല്ല് വിറ്റു, ഗ്രാസ്, സെയിൽ ഓഫ് ഗ്രാസ്, അല്ലെങ്കിൽ സ്ക്രാപ്സ്, പാഴ്വസ്തുക്കൾ അല്ലെങ്കിൽ ആക്രി സാധനങ്ങൾ, ഇതെല്ലാം വിറ്റ് കിട്ടിയത്, അതൊക്കെ എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. ദെൻ റെന്റ് റിസീവ്ഡ്, ഈ സ്ഥാപനത്തിന് ഒരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഹോള് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന വാടക എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇതുപോലെ മറ്റുള്ള എല്ലാ റവന്യൂ നേച്ചറിലുള്ള റിസിപ്റ്റുകളും, മിസ്ലേനിയസ് റിസിപ്റ്റ്സ്, പല തരത്തിലുള്ള റിസിപ്റ്റുകൾ, ഇതെല്ലാമാണ് സാധാരണ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ റിസിപ്റ്റുകളായിട്ട് വരുന്നത്. ഇനി ഇതുകൂടാതെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കാണും. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും ആക്ച്വൽ ക്യാഷ് റിസീവ് ചെയ്തിരിക്കണം. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് എൻഡോവ്മെൻറ്റ് ഫണ്ട് റിസിപ്റ്റ് ആണ്. എന്താണ് എൻഡോവ്മെൻറ്റ് ഫണ്ട് റിസിപ്റ്റ് എന്ന് പറഞ്ഞാൽ? പാരമ്പര്യമായോ പാരിതോഷികമായോ ലഭിക്കുന്ന ഫണ്ടാണ് ഇത്. അപ്പോൾ ഇവ പ്രത്യേക ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് അവർ പറയും, എൻഡോവ്മെൻറ്റ് ഫണ്ട് നൽകുന്നവർ പറയും ഇന്ന ആവശ്യത്തിന് വേണം ഇത് ഉപയോഗിക്കാൻ. അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന ഹെഡിൽ വരുന്നത്. നെക്സ്റ്റ് ലെഗാസീസ്. ലെഗാസീസ് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഒസ്യത്ത് അവകാശം എന്നാണ് അതിൻ്റെ മലയാളം. അതായത് മരണപ്പെട്ട വ്യക്തിയുടെ വിൽപത്രം പ്രകാരം ലഭിക്കുന്ന തുകയാണ് ഈ ലെഗാസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ തുക എന്ന് പറയുന്നത് റിക്കറിംഗ് നേച്ചർ അല്ലെങ്കിൽ ആവർത്തന സ്വഭാവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇത് എന്തെങ്കിലും പ്രത്യേക പർപ്പസ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതായത് ഇപ്പോൾ ആ ഫണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈബ്രറിക്ക് കുറച്ച് ബുക്സ് വാങ്ങണം, അങ്ങനെയാണെങ്കിൽ അതിന് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇനി ഇത് ചിലപ്പോഴിത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടും കാണിക്കും, ഈ കിട്ടുന്ന തുക വളരെ ചെറുതാണ്, അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, ഇന്ന പർപ്പസ് ഒന്നും പറയുന്നില്ല എങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടും കാണിക്കാറുണ്ട്. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രവേശന ഫീസ് എന്നാണ് അല്ലേ. അപ്പം ഈ ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിൽ അംഗത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നൽകേണ്ടുന്ന തുകയാണ് ഈ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലബുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പോലെയുള്ളവർക്ക് അംഗങ്ങൾ കുറവാണല്ലോ, അപ്പം അതുകൊണ്ട് പ്രവേശന ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്ക് ആവർത്തന സ്വഭാവവും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ ഇതും എൻട്രൻസ് ഫീസ് ഉണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കാം. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്താണ്? നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് ആജീവനാന്ത അംഗത്വ ഫീസാണ് അല്ലേ. അപ്പോൾ ചില അംഗങ്ങൾ വാർഷികമായിട്ട് വരിസംഖ്യ നൽകുന്നതിന് പകരം ഈ വരിസംഖ്യ ഒറ്റ ഗഡുവായിട്ട് അടച്ചു തീർക്കും. അപ്പോൾ ഓരോ ആനുവൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് പകരം ചേരുമ്പോൾ തന്നെ മുഴുവൻ ആജീവനാന്ത അംഗത്വം എടുക്കുന്നതിൻ്റെ ഫീസ് ഒന്നിച്ചങ്ങ് അടയ്ക്കും. അപ്പോൾ ഈ തുക നമ്മളപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ആ മെമ്പറുടെ കയ്യിൽ നിന്ന് ഒരിക്കലേ കിട്ടുന്നുള്ളൂ. അതെന്ന് പറയുന്നത് കൂടിയ എമൗണ്ടുമായിരിക്കും അതുകൊണ്ട്. പിന്നെ ടു സബ്സ്ക്രിപ്ഷൻസ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ്, എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ്. അപ്പോൾ അത് ആ ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പർപ്പസ് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കാണാം. പിന്നെ ഡൊണേഷൻ ആൻഡ് ഗ്രാൻഡ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ്,
സ്പെസിഫൈഡ് എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഡൊണേഷന്, അതുപോലെ തന്നെ സഹായധനം, ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും കിട്ടിയിട്ടുള്ള സഹായധനം, അത് സ്പെസിഫിക് പർപ്പസ് പറയാണ്. ഗ്രാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ലൈബ്രറി, അങ്ങനെ പ്രത്യേക ഉദ്ദേശം വെച്ച് ഇങ്ങനെ ഡൊണേഷനോ ഗ്രാൻഡോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ്, receipts on account of special fund, that is prize fund, match fund, tournament fund, etc. അപ്പോൾ ഇത്തരത്തിൽ സ്പെഷ്യൽ ഫണ്ടായിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, നമ്മുടെ എന്തെങ്കിലും പ്രൈസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ടൂർണമെൻറ്റ് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ആ ഫണ്ടുകൾ, അതെല്ലാം ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പിന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ ഫിക്സഡ് അസറ്റുകൾ നമ്മൾ സെയിൽ നടത്തിയപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഫണ്ട്, നമ്മുടെ ഫർണിച്ചറോ അല്ലെങ്കിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ ഫിക്സഡ് അസറ്റാണ്. അതൊക്കെ നമ്മൾ സെയിൽ നടത്തുന്നു, അപ്പം നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സ്പെഷ്യൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും അത് ക്യാപിറ്റൽ ഫണ്ടാണ്. അത് ആ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ സ്പെഷ്യൽ ഫണ്ട്, അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ മാച്ച് ഫണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട്, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്കിലേക്ക് ഇട്ടിരിക്കുകയാണ്, നേരത്തെ കിട്ടി നമ്മളിത് ബാങ്കിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അത്തരം ഫണ്ടുകൾക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതെന്ന് പറയുന്നതും അതിൻ്റെ കൂടെ തന്നെ കൂട്ടേണ്ടതാണ്, കാരണം അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇത്രയുമൊക്കെയാണ് സാധാരണ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇത്തരം ഓർഗനൈസേഷൻ്റെ പേയ്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അതൊന്ന് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റവന്യൂ പേയ്മെൻറ്റ്സും വരും, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും വരും. ഇപ്പോൾ റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ സാധാരണ വരുന്നത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, പീരിയോഡിക്കൽസ്, ഇതൊക്കെ വാങ്ങുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ, അപ്പോൾ അത്. പിന്നെ പോസ്റ്റേജ് ആൻഡ് കൊറിയർ, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ, അഡ്വർടൈസ്മെൻറ്റ്, ചാരിറ്റി, ഓഡിറ്റ് ഫീസ്, മെയിൻ്റെനൻസ് ഫീസ്, സാലറീസ്, ഫീ, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, റെൻറ്റ് പെയ്ഡ്, ഇൻഷുറൻസ്, ഹോണറേറിയം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് നിലവിൽ ആ സ്ഥാപനത്തിലെ അംഗങ്ങളല്ലാത്ത പുറമേ നിന്നുള്ള ഒരാൾ അപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ഷോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുമെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ആ റെമ്യൂണറേഷൻ, അതിനാണ് എന്തെന്ന് പറയുന്നത് ഹോണറേറിയം എന്ന് പറയുന്നത്. പിന്നെ മുനിസിപ്പൽ ടാക്സസ്, ബാർ എക്സ്പെൻസസ്, ബാർ പർച്ചേസസ്, ഗാർഡനിങ്, പ്രൈസസ് പെയ്ഡ്, കൺവെയൻസ് ചാർജസ്, പിന്നെ അപ്കീപ്പ് ഓഫ് ലോൺസ്, നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ പുൽത്തകിടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമുക്ക് ചിലവ് വരുമല്ലോ, അതൊക്കെ. സൺട്രി എക്സ്പെൻസുകൾ, പ്രിൻറ്റിങ് ഓഫ് ഇയർ ബുക്ക്, ടെലിഫോൺ, ടെലിഗ്രാം, ഇയർ ബുക്കും അതൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻസ്, ടെലിഫോൺ ചാർജ്, ടെലിഗ്രാം ചാർജ്. പിന്നെ എക്സ്പെൻസസ് ഓൺ സ്പെഷ്യൽ ഫുഡ് ടു പേഷ്യൻസ്, ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പേഷ്യൻസിന് സ്പെഷ്യൽ ഫുഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വരുന്ന എക്സ്പെൻസ്, അതൊക്കെ എന്ന് പറയുന്നത് റവന്യൂ പേയ്മെൻറ്റ്സിൽ വരുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ലൈബ്രറി ഒക്കെ ആണെങ്കിൽ ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ആ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. പിന്നെ ബിൽഡിങ് പർച്ചേസ് ചെയ്തത്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ എക്സ്പെൻസുകൾ, സ്പോർട്സ് എക്യുപ്മെൻറ്റുകൾ പർച്ചേസ് ചെയ്ത്, സ്പോർട്സ് ക്ലബ്ബൊക്കെ ആണെങ്കിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ലീസിന് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ വരുന്ന കോസ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ബിൽഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ബിൽഡിംഗ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന എമൗണ്ട്, അതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പിന്നെ ഗവൺമെൻറ് ലോൺ, ഗവൺമെൻറ് എന്തെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത്. ഫർണിച്ചർ, ഡ്രോയിങ്സ്, പിന്നെ
ഇത്രയൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ക്യാപിറ്റൽ പേയ്മെന്റ് എന്നുള്ള ഹെഡിൽ വരുന്ന ഐറ്റംസ്. നമ്മൾ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇങ്ങനെ ഹെഡ് തിരിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞു തരുന്നത്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇങ്ങനെ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്നോ റവന്യൂ റിസീപ്റ്റ് എന്നോ ക്യാപിറ്റൽ പേയ്മെന്റ് എന്നോ റവന്യൂ പേയ്മെന്റ് എന്നൊന്നും നമ്മൾ ഹെഡ് തിരിച്ചൊന്നും എഴുതുന്നില്ല. എല്ലാ ആക്ച്വൽ റെസീപ്റ്റ്സ് എല്ലാം റെസീപ്റ്റ് സൈഡിലും പേയ്മെന്റ്സ് എല്ലാം പേയ്മെന്റ് സൈഡിലും എഴുതിയാൽ മതി. ഇനി എല്ലാം എഴുതിയ ശേഷം എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ റെസീപ്റ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിൻ്റെ ബാലൻസ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഇനി നേരെ മറിച്ച് ഈ പേയ്മെന്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ബാലൻസ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് അവിടെ എഴുതേണ്ടത്. അതായത് പേയ്മെന്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ആ എമൗണ്ട്, ആ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് വേണം എഴുതാനായിട്ട്. ഇങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇത് തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇതിനകത്ത് എഴുതണ്ടാത്ത ഒരു ഐറ്റം നമ്മൾ ആ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു, നോ റിസീവബിൾ ഇൻകം. റിസീവബിൾ ഇൻകവും അതുപോലെ തന്നെ പേയബിൾ എക്സ്പെൻസും അത് രണ്ടും ഈ അക്കൗണ്ടിൽ കാണിക്കരുത്. കാരണം റിസീവബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതാണ്. അത് ഇതിനകത്ത് എഴുതുന്നില്ല. നമുക്ക് ആക്ച്വലായിട്ട് കിട്ടിയത് മാത്രമേ എഴുതാവുള്ളൂ. അതുപോലെ പേയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്, അത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പേയ്മെന്റ് പോയിട്ടില്ല. ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ് മാത്രമേ പേയ്മെന്റ് സൈഡിൽ എഴുതാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് എഴുതരുത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ബൈ.